ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഒന്നാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തത് എന്ന നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തുന്നത് എന്നാണ്. അതായത് ബലാത്സംഗം എന്ന ആ ഹീനമായ പ്രവൃത്തിയുടെ ഭാഗമായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ്. മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സൗകര്യമൊരുക്കി കൊടുക്കുകയോ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുമ്പോൾ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം എന്ന ആ പ്രവൃത്തിയിൽ നേരിട്ട് പങ്കാളിയായത് ഒന്നാം പ്രതി മാത്രമെന്ന നിരീക്ഷണത്തിലേക്ക് എത്തുമ്പോൾ പൾസർ സുനിക്ക് മാത്രമാണ് ബലാത്സംഗം എന്നത് പരമാവധി ശിക്ഷ ലഭിക്കുന്ന ആ കുറ്റം അത് സംബന്ധിച്ച ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ പങ്കാളികളായി എന്നതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കും ശിക്ഷ ലഭിക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെ കൃത്യമായ ഒരു ഉത്തരവിലേക്ക് കോടതി പോകുന്നു എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്ന് കോടതി വിലയിരുത്തുന്ന സാഹചര്യമാണ്. അതായത് പൾസർ സുനി, ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ അത് പരിഗണിക്കണം എന്ന് കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നിഗമനങ്ങൾ. അതായത് ആജ്ഞ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്നത് കൃത്യമായി വിലയിരുത്തപ്പെടുന്നു. അതായത് പൾസർ സുനി ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അഭിലാഷ്, ജഡ്ജ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. മറ്റു പ്രതികൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു. പക്ഷേ മറ്റു പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റം കൂടി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകൾക്കും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ആ പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇതും പരിഗണിക്കണമെന്നും ജഡ്ജ് പറയുന്നുണ്ട്. അതായത് മറ്റു പ്രതികൾ ഈ ബാക്കിയുള്ള 5 പേർ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തവരല്ല. പൾസർ സുനി മാത്രമാണ് നടിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ശിക്ഷ പരിഗണിക്കുമ്പോൾ ഇതുകൂടി നേരിട്ട് പരിഗണിക്കണം, മറ്റു പ്രതികളുടെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ജഡ്ജ് ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ 6 പേരുടെയും ഭാഗം കോടതി ഇതിനകം കേട്ടുകഴിഞ്ഞു.